ആശാൻ എന്നെ വിളിച്ചുകൊണ്ട് വർക്ക്ഷോപ്പ് കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഇവരുടെ പണി നടക്കുന്ന സ്ഥലം, കസ്റ്റമർ ലോഞ്ചും ഒക്കെ പറയാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കായിരുന്നു. എൻ്റെ പൊന്നളിയാ, കിങ് ഓഫ് സൗണ്ട്, മാസ്റ്റർ അൺലിമിറ്റഡ്, ചാമ്പ്യൻഷിപ്പ്, മാസ്റ്റർ അൺലിമിറ്റഡ്, കിങ് ഓഫ് സൗണ്ട് അഗെയിൻ, SQ എക്സ്പെർട്ട്, കിങ് ഓഫ് സൗണ്ട്, ഫോക്കൽ, ആൽപ്പൈനൊക്കെ സ്പോൺസർ ചെയ്തേക്കുന്ന ഇവൻറ്റുകളാണ്. ഹീലിക്സ്, സ്റ്റെഗ് സ്പോൺസർ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ചിലതൊഴിച്ച് 2022 ചാമ്പ്യൻസ് ഇവരാണ്. ഇന്തോനേഷ്യയിൽ നടന്ന പരിപാടിയിൽ MI ഏഷ്യ ഫൈനൽസ്. അവിടെ ചെറിയൊരു കോഫി സെറ്റപ്പും ഇവിടെ വന്ന കസ്റ്റമേഴ്സിന് ചെറിയ മസാജിന് വരെയുള്ള സെറ്റപ്പ് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മോളിലൊക്കെ കണ്ട പോലത്തെ. ആൻഡ് ദെൻ അതിൻ്റെ പുറകിലായിട്ടാണ് ഇങ്ങോട്ടേക്കും അവിടെ ഒരു കോൺഫറൻസ് റൂമും പിന്നെ എഗെയിൻ ട്രോഫീസും സംഭവങ്ങളും എല്ലാം ആണ് ഇരിക്കുന്നത്. ചെറിയൊരു രാജകൊട്ടാരത്തിൽ വന്ന പോലത്തെ അവസ്ഥയിൽ പോയി. സീൽഡ് ഓഫ് ആണിത്. ഇതൊരു മെഗാ SPL ബിൽഡാണ്. സബൂഫേഴ്സ് ഫുൾ ഡെഫ് ബോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡില്ലേ, ഒരു റഷ്യൻ അങ്ങനെ എന്തായിട്ടുള്ളൊരു ബ്രാൻഡ്, അതിൻ്റെ SPL സെറ്റപ്പാണിത്. ഫൈബർ ചെയ്യാനായിട്ടുള്ള സ്ഥലവും ഡൺലപ്പിൻ്റെ ഒക്കെ ഉണ്ട്. ഫൈബർ ഒക്കെ അല്ല, ഡൺലപ്പിൻ്റെ പശയാണ്. നമ്മുടെ നാട്ടില് ഫെവിക്കോൾ ഉപയോഗിക്കണതിന് പകരം വച്ചാനിട്ടൊന്ന് ഫില്ലർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ ബോർഡ് രണ്ടെണ്ണം വേറെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് കൊണ്ട് ഫൈബർ ഗ്ലാസ് ചെയ്യാനായിട്ടുള്ളത്, അല്ലാത്തതിൻ്റെയൊക്കെ മോൾഡുകളും റൗട്ടേഴ്സൊക്കെയാണിത് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള. ചെറിയ ചെറിയ സാധനങ്ങൾ, നിക്നാക്സ്, സ്പീക്കർ വയേഴ്സ്, അതെല്ലാം സ്റ്റോർ ചെയ്തേക്കുന്ന ലൊക്കേഷൻ. ആൻഡ് ദിസ് സീംസ് ടു ബി ദ മെയിൻ വർക്ക് ഏരിയ. ഇവിടെ ഇട്ടിട്ടാണ് ഇവർ പണിയൊക്കെ ചെയ്യുന്നത്.
സൗണ്ടിൻ്റെ വേറൊരു സിവിക്ക്, ഗ്ലാഡൻ സബൂഫേഴ്സ്, മോസ്കോണി ആംപ്ലിഫയേഴ്സ്, ബ്രിസത്തിൻ്റെ സ്പീക്കേഴ്സ്. ഇതേപോലത്തെ ഈ പാനൽ പീസുകളാണ് അകത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ കൂടെ ഓടിച്ചേക്കണ വയറുകളുടെ വലിപ്പം കണ്ടിട്ട് പേടിയാണ്. സ്പീക്കേഴ്സ് മൈക്രോ പ്രിസിഷനാണ് യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സ്. മോസ്കോണിയുടെ ആംപ്ലിഫയർ മൈക്രോ പ്രിസിഷൻ്റെ സ്പീക്കേഴ്സും. ഹെഡ് യൂണിറ്റ് എനിക്ക് കണ്ടിട്ട് കെനൂഡായിട്ടാണ് തോന്നുന്നത്. വണ്ടിയുടെയൊക്കെ ഫിറ്റ്മെൻറ്റും സ്റ്റാൻഡ്സൊക്കെ നോക്കി ഓരോന്നിൻ്റെ ചെറിയ കാർ പോൺ സീനാണത്. വെൽഫെയർ വെറുതെ ആൽഫാഡ്, ഇവിടെ ആൽഫാഡാണ്, ജാപ്പനീസ് സ്റ്റൈൽ. ലാൻസർ EX ഡാമ്പിംഗ് ഷീറ്റും ഇത് ബ്രിസത്തിൻ്റെ തന്നെ ഡാമ്പിംഗ് ഷീറ്റ് അവർ യൂസ് ചെയ്യുന്നത്. ഹോണ്ട ഫുൾ അഴിച്ച് പറിച്ച് പീസാക്കിയിട്ടിട്ട് A to Z ഡാമ്പ് ചെയ്യണതാണ്. റൂഫ് മുതൽ ഫ്ലോറും എല്ലാവരും കംപ്ലീറ്റ്ലി ഡാമ്പ് ചെയ്യാനായിട്ട് അവർ സ്ട്രിപ്പ് ചെയ്തേക്കുന്നതാണ്. പഴയ ആൽഫാഡ് ഒരു ടൈപ്പ് 6 ശരിക്കുള്ള ടൈപ്പ് 6 ഇൻ്റഗ്ര. ഇതൊക്കെ എന്ത് വാല്യൂ ഉള്ള വണ്ടിയായിരിക്കും എന്ന് ഞാൻ ആലോചിക്കണം. ആ വീല് തന്നെ ഉണ്ട് ഇതിൻ്റെ വിലക്കുള്ളത്. ഇത് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത് കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ക്ലീനാ വണ്ടികൾ. ഇത് ഒരു ഡെമോ കാർ തന്നെയാണ് തോന്നുന്നു. അതെ, മൈക്രോ പ്രിസിഷൻ മെയിനായിട്ട് മൈക്രോ പ്രിസിഷൻ്റെ ആൾക്കാരാണ് തോന്നുന്നു. ആൽപൈൻ്റെ ഹെഡ് യൂണിറ്റ്, ഐ ഡോണ്ട് നോ എത്ര ആൾക്കാർക്ക് ഇത് ദഹിക്കും എന്നുള്ളത്. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. കാണാനായിട്ട് ഒരുപാട് ഭ്രാന്തന്മാരുണ്ടെന്ന് എനിക്കറിയാം. അവർ കണ്ടോളും, ബാക്കിയുള്ളവർ ഫോർവേഡ് അടിക്കുക. അയ്യോ, അതായത് സുസുക്കി ക്യാരി, അതായത് നമ്മുടെ നാട്ടിലെ വാൻ, ആ സാധനത്തിൽ ഫുഡ് ട്രക്കും കണ്ടാണ്. അതിലാണ് ഈ വെല്ലിക്കാട്ട് ടിവിയും 2 സെറ്റ് കോമ്പണൻറ്റും 2 സബൂഫറും. സ്വപ്നം കാണാൻ പറ്റില്ല നമുക്ക്. ഐ മീൻ, പഞ്ചാബിലെ ആൾക്കാർ ട്രാക്ടേഴ്സ് പണിയുണ്ട്, പക്ഷേ ഇതേപോലത്തെ ഒരു സംഭവം ഒന്നും യു ഡോണ്ട് സീ ദാറ്റ് എനിവേർ. പുള്ളി കൂടെ നടക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അതായത് എയർ സസ്പെൻഷനാണ് കേട്ടോ. ഓ, ഇത് സിംഫണി ആംപ്ലിഫയേഴ്സ്, എയർ സസ്പെൻഷൻ, സ്ട്രോക്കർ സെവിൻവേഗ സ്ട്രോക്കർ, സിംഫണി ആംപ്ലിഫയേഴ്സ്. ഈ സ്റ്റാൻസ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് എങ്ങനെയാണ്. ബെസ്റ്റ് അച്ഛന്മാർ ഇത് ചെറിയ താജ്മഹൽ തന്നെ പണിത് വെച്ചേക്കാം. ഫുൾ റെസല്യൂട്ട്. Which three-way is this? Quadrilateral. Okay. Front back 3-way ഉണ്ട്. അതെ, ബാക്കിലും 3-way ഏറ്റിരിക്കാം. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇവിടെ. നമ്മുടെ നാട്ടിനേക്കാളും നല്ല ഉഷ്ണം, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർത്ത് ഒരു പരുവായി. പക്ഷേ സെറ്റപ്പ് ഒന്ന് നോക്കി, ഐ മീൻ സ്വപ്നം. സംഡേ മിസ് ഔട്ട് ചെയ്ത് പോയ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഫോക്കലും സ്റ്റെഗും
അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. ഇതൊക്കെ 15 വർഷം മുമ്പത്തെ സ്റ്റെഗാണ്. ഈ സ്റ്റെഗല്ല ഇപ്പോൾ നാട്ടിൽ കിട്ടുന്നത്. ഇപ്പോൾ കിട്ടുന്നത് ചൈനയുടെ സ്റ്റെഗാണ്. ഇതൊക്കെ സ്റ്റെഗായിരുന്ന കാലത്തെ ഇതൊക്കെ ചൈനീസ് സ്റ്റെഗാണ്. ഫോക്കലിൻ്റെ K2 പവർ, ആക്സസറീസ്, പോളിഗ്ലാസ്, സ്ലേറ്റ്, ഫ്ലാക്സ്, എഗെയിൻ K2 പവർ. ഉട്ടോപ്യ മാത്രം ഇല്ലല്ലോ, അത് മോശമായിപ്പോയി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഹോം ബ്രാൻഡുകളാണെന്ന് തോന്നുന്നു ഈ വെനം എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഗ്ലോപ്പങ്ങിനൊക്കെ 8 ചാനൽ സിഗ്നൽ പ്രോസസ്സർ ഉള്ളതായിട്ട് അറിയ പോലുമില്ല. ഫിനിക്സ് ഗോൾഡിൻ്റെ പ്രതാപകാലത്ത് എന്നുള്ളത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഇവരിത് ഇത്രയും പഴക്കം ഉള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? ഇത് ഇവരുടെ അടുത്ത് പെട്ടുപോയതാണോ, എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. കുറേ മിഡ് റേഞ്ച് സ്പീക്കർ പോടേപ്പാടിയിരിക്കണം, കുറേ അടികൊണ്ടുള്ളൂ. കാര്യം നോട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ സാധനങ്ങളുടെ വിലയ്ക്കൊന്നും യാതൊരു കുറവില്ല കേട്ടോ. നമ്മുടെ നാട്ടിലത്തേനേക്കാളും ഇച്ചിരി കൂടെ കൂടുതലാണെങ്കിലുള്ളൂ. ഇതിലിപ്പോൾ എഴുതി വെച്ചേക്കുന്ന പ്രൈസസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ വില നോക്കിയത് 11,900 ബാത്ത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 26,000 രൂപയായി, 25,000 രൂപയായി. പ്രൈസ് തന്നെയാണ് നമ്മുടെ നാട്ടിലും സെയിം മോഡലിന്, ആൽപ്പൈൻ്റെ ഹെഡ് യൂണിറ്റിന്. ചില സാധനങ്ങളൊക്കെ ഇതേപോലെ ലിമിറ്റഡ് എഡിഷൻ പെട്ടിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ മരത്തിൻ്റെ പെട്ടിയിലൊക്കെ വന്നേക്കുന്നത്. ഈ സാധനത്തിൻ്റെയൊക്കെ പുറത്തുള്ള ഡീറ്റെയിൽ കണ്ടോ. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്, ആകെ 1,200 ഇറക്കിയിട്ടുള്ളൂ. എല്ലാ 67ാമത്തെ പീസാണിത്. ഈ ബാക്കിൽ കാണുന്നത് ആ ഗ്രാൻഡിയോസോ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ക്രോസ് ഓവർ മാത്രമാണ് കാണുന്നത് അത്രയും വലിപ്പത്തിൽ. പാസീവ് സെറ്റപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ കുറേ നേരം ഞാനിവിടെ ഇരുന്ന് ചില്ല് ചെയ്ത് ഫോണൊക്കെ ചാർജ് ചെയ്ത് മിസ്റ്റർ ടോങ് ഇവിടെ എൻ്റെ കൂടെ അത്രയും നേരം ഇരുന്ന് കമ്പനി അടിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ്. സോ താങ്ക് യു സോ മച്ച് മിസ്റ്റർ ടോങ്. ഐ വിൽ ട്രൈ ടു കം അഗെയിൻ സം ഡേ. താങ്ക് യു സോ മച്ച്. സോ അതാണ് റാക്കറ്റ് സൗണ്ട്സ്. സൈസ് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ദഹിക്കാനുള്ള. ഈ ഒരു ബിൽഡിങ്ങും മൊത്തം ഇവരുടെയാന്ന് പറയണത്. മുകളിലേക്ക് സ്റ്റോക്കും ഇവരുടെ ഓഫീസുകളും. വെറും ഒരു ഓഡിയോ ഷോപ്പാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയൊരു ഓഡിയോ ഷോപ്പ് വേറെ എവിടെയും ഉണ്ടാവും എന്നുള്ളത്. എന്താണെങ്കിലും ഒരു കലക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു. യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഞാനിത് കാണാൻ വേണ്ടി തന്നെ ഇവിടം വരെ വന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ട്, മെർക്കുറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 10 കൊല്ലം മുമ്പ് ഇവിടെ തന്നെ ഉള്ള ബാങ്കോക്കിൽ തന്നെ ഉള്ള മെർക്കുറിയിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്രയ്ക്കും വലിയ സ്കെയിലായിരുന്നില്ല. അതും ഭീകരമാണ്, ഭയങ്കര സംഭവമാണ്. അതും അവർക്കും സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. അവരും ഒരുപാട് എമ്മ കോമ്പറ്റീഷനൊക്കെ വിൻ ചെയ്യുന്നതാണ്. ഇനി എമ്മ കോമ്പറ്റീഷനെ കുറിച്ച് ഒരുപാട് ഞാൻ പറയാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എമ്മയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അതിൽ പറഞ്ഞതൊന്നും റെക്കോർഡായില്ല ബേസിക്കലി. അപ്പോൾ ഐ ഹാഡ് ടു സ്ക്രാപ്പ് ദ എൻറ്റയർ തിങ്. എന്നിട്ട് അതിനിപ്പോൾ രണ്ടാമത് ഞാനിപ്പോൾ വേറെ റെക്കോർഡ് ചെയ്യണം. നിങ്ങൾക്ക് ആദ്യം ഇത് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തന്നുള്ളൂ. അപ്പോൾ ദാറ്റ് ഐൽ ബി ഡൂയിങ് സൂൺ. ഒരു 4-5 മാസത്തിന് മുമ്പ് ഞാൻ ഈ എമ്മയുടെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഉദ്ദേശിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും 4-5 മാസമായിട്ട് ഞാൻ കണ്ടൻറ്റ് ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ കഴിഞ്ഞ ദിവസം വന്ന ഒക്ടേവിയയുടെ വീഡിയോ അല്ലാതെ വേറെ ഐ വാസ് പ്രിറ്റി ബിസി വിത്ത് സം അതർ വർക്ക്സ്, ഷോപ്പിലത്തെ വർക്കുകൾ തന്നെ. സോ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഇത് പ്രോബബ്ലി ഒരു 2 പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ വെറുക്കും. താങ്ക് യു സോ മച്ച്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഫ് യു വാണ്ട് മോർ കണ്ടൻറ്റ് ലൈക്ക് ദിസ് പറയുക. ബോറാണെന്നുണ്ടെങ്കിൽ ബോറാണെന്ന് തന്നെ പറയുക. താങ്ക് യു സോ മച്ച്.